ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇതാ 1ാം ക്ലാസ്സിലെ കൂട്ടുകാരെ നിങ്ങളുടെ എക്സാമിനായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ. ടീച്ചർ കഴിഞ്ഞ ദിവസം കൂട്ടുകാര് നിങ്ങളുടെ പരീക്ഷയ്ക്ക് മലയാളവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു തന്നുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ മക്കളും കണ്ടിട്ടുണ്ടോ? എല്ലാവരും പഠിച്ചോ? ഓക്കെ മക്കളെ, ഇനി ഏതെങ്കിലും കൂട്ടുകാർ ആ ഒരു വീഡിയോ കാണാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ടീച്ചർ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ കാണാം, എന്നിട്ട് നന്നായിട്ട് തന്നെ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്ന് ടീച്ചർ പറയാനായിട്ട് പോകുന്നത് കൂട്ടുകാർ നിങ്ങളുടെ എക്സാമിന് ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ എക്സാമിന് ചോദ്യങ്ങൾ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം അല്ലേ. അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം അല്ലേ. ഓക്കെ, മക്കൾക്ക് ഗണിതത്തില് ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും ചോദ്യങ്ങൾ വരിക കേട്ടോ. മലയാളം മീഡിയത്തിലുള്ള കൂട്ടുകാർക്ക് മലയാളത്തിലായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പൊ എന്ത് ചെയ്യാം, എല്ലാ കൂട്ടുകാരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം മക്കൾക്ക് നിങ്ങളുടെ ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ എക്സാമിന് വരാവുന്ന ഒരു ചോദ്യമാണ് എണ്ണാം എഴുതാം എന്നുള്ളത് കേട്ടോ. കൗണ്ട് ആൻഡ് റൈറ്റ് എന്നൊക്കെ ആയിരിക്കും ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് ചോദ്യം ഉണ്ടായിരിക്കുക. അപ്പം എണ്ണാം എഴുതാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. എല്ലാ കൂട്ടുകാർക്കും മുഴുവൻ മാർക്കും മേടിക്കാനായിട്ട് പറ്റുന്ന ഒരു പ്രവർത്തനമാണ് കേട്ടോ. എന്താ അതിൽ വരികയെന്ന് വെച്ചാൽ ഒന്നുമില്ല, മക്കൾക്ക് എന്ത് ചെയ്യും, കുറേ ചിത്രങ്ങൾ അങ്ങ് തരും. എന്നിട്ട് ഓരോന്നും എത്ര എണ്ണം വീതമാണ് ചിത്രത്തിലുള്ളത് എന്ന് കണ്ടെത്തിയിട്ട് എണ്ണി എഴുതാനായിട്ട് പറയും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രവർത്തനല്ലേ. അപ്പൊ മക്കൾ ഇവിടെ നോക്കിയേ, ടീച്ചർ ഇതാ ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുള്ളത് കണ്ടോ. ഈ ഒരു ബോക്സിനകത്തുള്ള ചിത്രങ്ങൾ മാത്രം നോക്കുക കേട്ടോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ്, സ്റ്റാർ അല്ലേ, നക്ഷത്രത്തിന്റെ ചിത്രമുണ്ട്, അതുപോലെ തന്നെ ബോള്, പിന്നെന്താണ് പൂവ് അല്ലേ. ഇങ്ങനെ ഈ 3 സാധനങ്ങളുടെ ചിത്രങ്ങൾ ടീച്ചർ ഒരുപാട് വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ഇവിടെ തന്നിട്ടുള്ള ഈ ബോക്സിനകത്ത് എത്ര നക്ഷത്രങ്ങൾ ഉണ്ടെന്നും എത്ര പൂക്കൾ ഉണ്ടെന്നും എത്ര പന്തുകൾ ഉണ്ടെന്നും മക്കൾ എന്ത് ചെയ്യണം, എണ്ണി എഴുതണം. എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ? എല്ലാ കൂട്ടുകാർക്കും എണ്ണാൻ അറിയാലോ? അറിയാല്ലേ? ഓക്കെ മക്കളെ, അപ്പൊ എന്ത് ചെയ്യാ, വേഗം മക്കളെ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒറ്റയ്ക്ക് എണ്ണാനായിട്ട് പറ്റുന്ന കൂട്ടുകാർ എന്ത് ചെയ്യാം, എണ്ണിയിട്ട് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. നക്ഷത്രം എത്രയാന്നുള്ളത് എണ്ണം എഴുതുക, അതുപോലെ തന്നെ പന്ത് എത്രയുണ്ടെന്നും അതുപോലെ തന്നെ നമ്മുടെ പൂക്കൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ വേഗം എഴുതിയില്ല കേട്ടോ. ഓക്കെ, അപ്പൊ മക്കൾ ചെയ്യുമ്പോഴേക്ക് ടീച്ചർ എന്ത് ചെയ്യാം, ഓരോന്നും എത്ര എണ്ണം വീതമാണ് ഉള്ളത് എന്നുള്ളത് കണ്ടെത്തുക കേട്ടോ. അപ്പൊ മക്കൾ എഴുതേണ്ടത് എവിടെയാന്ന് വെച്ചാൽ ഇവിടെ ഒരു കോളം തന്നിട്ടുണ്ടല്ലോ, നക്ഷത്രത്തിന്റെ നേരെ ഒരു കോളം ഉണ്ട്. അപ്പൊ നക്ഷത്രത്തിന്റെ എണ്ണം മക്കള് ഇവിടെ വേണം എഴുതാനായിട്ട്. പന്തിന് നേരെയുള്ള കോളത്തിൽ വേണം പന്തിന്റെ എണ്ണം എഴുതാനായിട്ട്. പൂവിന്റെ നേരെയുള്ള ഈ ഒരു കോളത്തിൽ വേണം പൂക്കളുടെ എണ്ണം എഴുതാനായിട്ട്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ആദ്യം ആരുടെ എണ്ണം എടുക്കാം, നക്ഷത്രത്തിന്റെ എണ്ണം എടുക്കാം കേട്ടോ. എല്ലാവരും എണ്ണിക്കേടാ. 1 2 ഇവിടെ ഉണ്ടോ, 3 4 5 6 7. എല്ലാ കൂട്ടുകാർക്കും 7 കിട്ടിയിട്ടുള്ളത്. ഓക്കെ, എങ്കിൽ ഇവിടെ എഴുതിക്കേ, എത്ര നക്ഷത്രം ഉണ്ട്, 7 നക്ഷത്രം ഉണ്ട് അല്ലേ. അടുത്ത നോക്കിക്കേടാ, അടുത്തത് ഏതാണ്, പന്താണ് അല്ലേ. എത്ര ഉണ്ടെന്ന് എണ്ണിക്കേ, 1 2 3 4 5 6 7 8 9 പന്തുണ്ട് അല്ലേ. എത്ര പന്തുണ്ട് മക്കളെ, 9 പന്തുണ്ട് അല്ലേ, 9. ഓക്കെ, അടുത്തത് ഏതാണ്, പൂക്കളാണ് അല്ലേ. എല്ലാവരും എണ്ണിക്കേ, 1 2 3 4 5. എത്ര പൂക്കളാണുള്ളത്, 5 പൂക്കളാണുള്ളത്. അപ്പൊ എല്ലാ കൂട്ടുകാരും ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്, 7 നക്ഷത്രവും 9 ബോളും 5 പൂക്കളും. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? ഇനി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വിഷമിക്കൊന്നും വേണ്ട, മക്കൾ ഒന്നുകൂടി ഒന്ന് എണ്ണി നോക്കുക കേട്ടോ. ഓക്കെ, അപ്പം ആദ്യത്തെ പ്രവർത്തനം കഴിഞ്ഞു, ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഓക്കെ, ഇനി അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾക്ക് ചോദിക്കാവുന്ന മറ്റൊരു കാര്യമാണ്, ഇപ്പൊ നമ്മൾ ഓരോ ചിത്രങ്ങളും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയില്ലേ. ആ എണ്ണത്തെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതാനാണ്. ഇവിടെ നമുക്ക് ഏതൊക്കെ സംഖ്യകളാണ് കിട്ടിയിട്ടുള്ളത്, 7 9 5. അതിലെന്ത് ചെയ്യണം, ഏറ്റവും ചെറിയ സംഖ്യ ആദ്യം എഴുതണം, അതിനേക്കാൾ വലുതിനെ അടുത്ത കോളത്തിൽ എഴുതണം, അതുപോലെ തന്നിട്ടുള്ളതിൽ ഏറ്റവും വലുതിനെ ഏറ്റവും അവസാനവും എഴുതണം.
നമുക്ക് എഴുതി നോക്കാം. ഇവിടെ പാകം 3 സംഖ്യകളേ ഉള്ളൂ അല്ലെ, ചിലപ്പോൾ 4 5 സംഖ്യകളൊക്കെ വരാം കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതാനായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ ഒരു പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, മക്കൾ അമ്മമാരെടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ചേച്ചിമാരെടുത്തോ ഒക്കെ പറയാം, എന്ത് കുറച്ച് സംഖ്യകൾ തരാൻ, 2 അക്ക സംഖ്യകളോ അല്ലെങ്കിൽ 1 അക്ക സംഖ്യകളൊക്കെ തന്നിട്ട് അവയെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അമ്മമാർ നിങ്ങൾക്ക് കുറച്ച് സംഖ്യകളൊക്കെ എഴുതി തരും. അപ്പൊ അവയെ നിങ്ങൾക്ക് എഴുതാനായിട്ട് ക്രമപ്പെടുത്തി എഴുതാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതിൽ ഏതാണ് മക്കളെ ഏറ്റവും ചെറിയ സംഖ്യ? 7 ആണോ, 9 ആണോ, 5 ആണോ? ഏതാണ്? എല്ലാ മക്കൾക്കും അറിയാലേ, എത്രയാണ്? 5 ആണ് അല്ലേ. ഓക്കെ, അപ്പൊ 5 കഴിഞ്ഞു. ഇനി അടുത്തത് 7ഉം 9ഉം ആണ് ബാക്കിയുള്ളത്. 7 ആണോ 9 ആണോ മക്കളെ കൂട്ടത്തിൽ ചെറുത് ഏതാണ്? നമുക്കറിയാം അല്ലേ, 7 ആണ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ സംഖ്യ ആയിട്ടുള്ള ഏത് എഴുതി നമ്മള്? 9 എഴുതി അല്ലേ. അപ്പൊ 5 7 9 അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് തന്നിട്ടുള്ള സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതി. ഇനിയിപ്പോ ഇത് 2 അക്ക സംഖ്യകൾ വരികയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, എഴുതാനായിട്ട് പഠിക്കണം. ഓക്കെ, പിന്നെ മക്കൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പൊ നോക്കിക്കേടാ, നമുക്കറിയാം പൂക്കളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. പന്തിന്റെ എണ്ണം 9 ആണ്. അപ്പൊ മക്കളെടുത്ത് ചോദിക്കും, പൂക്കളേക്കാൾ എത്ര എണ്ണം അധികമാണ് പന്തുകൾ ഉള്ളത്? പൂക്കളേക്കാൾ എത്ര എണ്ണം അധികമാണ് പന്തുകൾ ഉള്ളത്? അപ്പൊ നമുക്കറിയാം പൂക്കൾ എത്രയാണുള്ളത്? 5 ആണുള്ളത്. പന്ത് എത്രയാണുള്ളത്? 9 ആണുള്ളത് അല്ലേ. ഈ 5നേക്കാൾ കൂടുതലല്ലേ 9 എന്ന് പറയുന്നത്. അപ്പൊ എത്ര കൂടുതലാണ്? 5 കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 9ലോട്ട് എണ്ണി എത്തിച്ചു നോക്കുക. 5 കഴിഞ്ഞിട്ട് 6 7 8 9 അല്ലേ. അപ്പൊ എത്ര കൂടുതലുണ്ട് മക്കളെ? 4 എണ്ണം കൂടുതലുണ്ട്. എത്ര എണ്ണം കൂടുതലുണ്ട്? 4 എണ്ണം കൂടുതലുണ്ട്. മനസ്സിലായോ? ചിലപ്പോൾ ചില കൂട്ടുകാർ എന്ത് ചെയ്യും, ഈ ഒരു വലിയ സംഖ്യയിൽ നിന്ന് ഈ ഒരു ചെറിയ സംഖ്യ കുറച്ച് എഴുതൂലേ. അതായത് 9 എണ്ണം ഉണ്ട്. 9 എണ്ണത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, 5 എണ്ണത്തിന് അങ്ങ് മൈനസ് ചെയ്ത് നോക്കും. ബാക്കി എത്ര ഉണ്ടായിരിക്കും മക്കളെ? 4. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കൂട്ടുകാരുണ്ട്. അപ്പൊ മക്കൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യാം കേട്ടോ. ടീച്ചർ പറയുന്ന രീതിക്ക് ചെയ്യണമെന്നില്ല. ഇനി ചിലപ്പോൾ നേരെ തിരിച്ചും ചോദിക്കാം. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നക്ഷത്രങ്ങളുടെ എണ്ണം 7 ആണെന്നും അറിയാം, അതുപോലെ തന്നെ പന്തിന്റെ എണ്ണം 9 ആണെന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ മക്കളടുത്ത് ചോദിക്കും, പന്തിനേക്കാൾ എത്ര എണ്ണം കുറവാണ് നക്ഷത്രങ്ങൾ? പന്തിനേക്കാൾ എത്ര എണ്ണം കുറവാണ് നക്ഷത്രങ്ങൾ? എത്ര എണ്ണം കുറവാണ് മക്കളെ? അവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് നോക്കുക, അല്ലെങ്കിൽ ചെറിയ സംഖ്യ എണ്ണി നമ്മൾ എന്ത് ചെയ്യുക, വലിയ സംഖ്യയിലോട്ട് എത്തിക്കുക. ഇവിടെ നമുക്കറിയാം നക്ഷത്രമാണ് ചെറിയ സംഖ്യ ഉള്ളത് അല്ലേ, 7. 7 നമുക്ക് എവിടേക്ക് എത്തിക്കണം? 9ലോട്ട് എത്തിക്കണം. അപ്പം 8 9. അപ്പൊ എത്ര കുറവുണ്ട്? 2 എണ്ണം കുറവുണ്ട്. ആർക്കാണ് കുറവുള്ളത് മക്കളെ? നക്ഷത്രത്തിന് 2 എണ്ണം കുറവുണ്ട് അല്ലെ. പന്തിനേക്കാൾ 2 എണ്ണം കുറവാണ് നക്ഷത്രത്തിനുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള ചോദ്യവും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വരാം കേട്ടോ. അപ്പൊ കൗണ്ട് ആൻഡ് റൈറ്റ് എന്നുള്ളതിൽ നമുക്ക് എന്തൊക്കെ ചോദിക്കാം? ഓരോന്നും എണ്ണം എത്രയാണെന്നുള്ളത് എണ്ണി എഴുതാനായിട്ട് പറയാം. ആ എണ്ണത്തെ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, അതായത് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റിലേക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് അല്ലെ, ക്രമപ്പെടുത്താനായിട്ട് പറയാം. പിന്നെ അതുപോലെ തന്നെ ഓരോന്നും എത്ര കൂടുതലാണ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് എത്ര എണ്ണം കുറവാണ് എന്നുള്ളതൊക്കെ നമ്മളടുത്ത് കണ്ടെത്താനായിട്ട് വരും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മക്കൾ എന്ത് ചെയ്യാം, കൂടുതൽ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് അത്തരത്തിലുള്ള ഒരു ചോദ്യം നമ്മുടെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, ഒന്നാമത്തെ പ്രവർത്തനം വളരെ ഈസി അല്ലേ? ആണോ? ആണെങ്കിൽ ഈസി ആയിട്ട് തോന്നിയ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സ് പറയാം. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ എന്ത് ചെയ്യാം, പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ പ്രവർത്തനത്തിലോട്ട് പോകാം. എങ്ങനെ ക്രമീകരിക്കാം അല്ലെങ്കിൽ എങ്ങനെ വീതിക്കാം. അവിടെ മക്കൾക്ക് തരുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സംഖ്യയെ തരും. ആ സംഖ്യ എന്നിട്ട് എന്ത് ചെയ്യാനായിട്ട് പറയും, വീതിക്കാനായിട്ട് പറയും. ഇപ്പൊ ഇവിടെ 20 എന്നുള്ള സംഖ്യയാണ്. 20ന് എങ്ങനെയാ നമുക്ക് വീതിക്കാനായിട്ട് പറ്റുക? തുല്യമായി വീതിക്കണം എന്നില്ല കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, വീതിക്കാം. പക്ഷെ നമുക്ക് എന്ത് കിട്ടണം? 20 എന്നുള്ള സംഖ്യ കിട്ടണം. അപ്പൊ 20നെ പെട്ടെന്ന് വീതിക്കാനായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന ഒരു ഉത്തരമാണ് എന്ത്? 10ഉം 10ഉം അല്ലെ. 10 ഒരാൾക്കും കൊടുക്കുക, 10 ഒരാൾക്കും കൊടുക്കുക. അപ്പൊ എത്രയും മക്കളെ? 10ഉം 10ഉം ചേർന്നാൽ 20 ആണ്. എല്ലാ കൂട്ടുകാർക്കും അറിയാം. അപ്പൊ 1 നമുക്ക് കിട്ടി അല്ലെ, 10ഉം 10ഉം. പിന്നെ നമുക്ക് 20നെ എങ്ങനെയൊക്കെ വീതിക്കാം മക്കളെ? പറഞ്ഞു നോക്കിക്കേ. എങ്ങനെയാ? നമുക്ക് 18ഉം 2ഉം എത്രയാടാ? 20 നമുക്കറിയാം അല്ലെ. 18ലോട്ട് 2 ചേർത്താൽ എത്രയാ മക്കളെ? 19 20 അല്ലെ, 20 ആണ്. അതുപോലെ തന്നെ
15 5 എത്രയാടാ? 15ലോട്ട് 5 ചേർത്താൽ എത്രയാ മക്കളെ? 20 ആണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക? ഇതേ രീതിയിൽ ഏതെങ്കിലും ഒരു സംഖ്യയെ തന്നിട്ട് ഇങ്ങനെ ക്രമപ്പെടുത്തി എഴുതാനായിട്ട് പറയാം. ചിലപ്പോൾ 10 തരാം, അല്ലെങ്കിൽ 30നെ തരാം. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? അതൊന്ന് ശ്രദ്ധിച്ചിട്ട് എഴുതാം കേട്ടോ. ഏതൊക്കെ രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോഴാണ് നമുക്ക് തന്നിട്ടുള്ള സംഖ്യ കിട്ടുന്നത് എന്നുള്ളത് മക്കളൊന്ന് കണ്ടെത്തുക കേട്ടോ. ഇത് എല്ലാ കൂട്ടുകാർക്കും മുഴുവൻ മാർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ്. ഓക്കെ മക്കളെ, ഇനി അടുത്തൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇതുപോലെ പാറ്റേൺ പൂർത്തിയാക്കാനായിട്ടുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ടീച്ചർ ഇവിടെ കുറച്ച് സംഖ്യകൾ എഴുതട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ ഒരു ട്രെയിൻ കണ്ടോ? ആ ട്രെയിനിൽ എന്തുണ്ട്? കുറച്ച് നമ്പേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ? എവിടെയാണ്? എത്രയാണ് നമ്പർ ഉള്ളത്? 12 ഉണ്ട്, പിന്നെ ഒരു 16 ഉണ്ട്, ഒരു 20 ഉണ്ട് അല്ലേ? പക്ഷെ കുറച്ച് കളങ്ങളൊക്കെ എന്താണ്? മിസ്സിംഗ് ആണ്. അവിടെ ഒന്നും എന്തില്ല? നമ്പർ ഇല്ല. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? ഈ ഒരു ട്രെയിനിൽ വിട്ടുപോയിട്ടുള്ള നമ്പറുകൾ മക്കൾ എന്ത് ചെയ്യണം? കൂട്ടിച്ചേർത്ത് എഴുതണം. അപ്പൊ നോക്കിക്കേടാ, ആദ്യം എത്രയാണ് നമ്പർ കൊടുത്തിട്ടുള്ളത്? 12 ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? പിന്നെ നമ്പർ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 16 തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ് തന്നിട്ടുള്ളത്? 16 തന്നിട്ടുണ്ട്. ഓക്കെ, 16 വേണ്ട കേട്ടോ ടീച്ചർ, ഇവിടെ ഒരു നമ്പർ ഇല്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒന്നും കൂടി പറയാം കേട്ടോ. ഓക്കെ, 12 14 കൊടുത്തിട്ടുണ്ട്, പിന്നെ രണ്ട് സംഖ്യകൾ കൊടുത്തിട്ടില്ല, പിന്നെ 20 കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് നമ്പേഴ്സ് തരാത്തതായിട്ടുണ്ട് അല്ലേ? അപ്പൊ നോക്കിക്കേ മക്കളെ, ഇങ്ങനെ കാണുമ്പോൾ ഒരുവിധ കൂട്ടുകാർക്കൊക്കെ പെട്ടെന്ന് കിട്ടൂ അല്ലേ? എത്രയാണ്? 12 കഴിഞ്ഞു, പിന്നെ നമുക്ക് അടുത്ത നമ്പർ ഏതാ വരുന്നത്? 14 വരുന്നത്. 12ലോട്ട് എത്ര ചേർത്താലാണ് മക്കളെ നമുക്ക് 14 കിട്ടുന്നത്? നോക്കിക്കേ, 12ലോട്ട് 13 14 എത്ര ചേർക്കണം മക്കളെ? 2 ചേർത്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 14 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 14ലേക്ക് എത്ര കൂട്ടണം മക്കളെ? വീണ്ടും 2 ചേർക്കണം അല്ലേ? 14ലോട്ട് 2 ചേർത്താൽ എത്രയാണ്? 15 16. എത്രയാണ് മക്കളെ കിട്ടുന്നത്? 16. ഓക്കെ, ഇനി അടുത്ത നമ്പർ കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 16ലോട്ട് വീണ്ടും നമ്മൾ 2 ആഡ് ചെയ്യണം. 16ലോട്ട് 2 ആഡ് ചെയ്യുമ്പോൾ 17 18 18. അടുത്ത സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട് 20 ആണ് അല്ലേ? 20ലോട്ട് വീണ്ടും 2 ആഡ് ചെയ്താൽ എത്രയാ മക്കളെ? 22. പിന്നെ എത്ര വരും? 24 26. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തന്നിട്ടുള്ള പാറ്റേണിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ആദ്യം തിരിച്ചറിയണം. അതനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ? അത് പൂർത്തീകരിച്ച് എഴുതാനായിട്ട്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്ത് വരാം? ഒരു പാറ്റേൺ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഇത്തരത്തിൽ പാറ്റേൺസ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് നോക്കാം കേട്ടോ. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ മക്കൾക്ക് വരുള്ളൂ. അപ്പം എന്ത് ചെയ്യുക? ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് വരാവുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ബാക്കി എത്ര എന്നുള്ളത് കാണാനായിട്ടാണ് കേട്ടോ. ബാക്കി കാണാനായിട്ട് ഇപ്പൊ എന്താ ടീച്ചർ ഇവിടെ നോക്കിക്കേ, ഇവിടെ കുറച്ച് കൂട്ടുകാരുടെ പേരുകളൊക്കെ തന്നിട്ടുണ്ട്. ദേവു, സോനു, മനു അല്ലേ? ഇങ്ങനെ 3 കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പൊ അവർക്ക് എന്ത് ചെയ്തു? സ്കൂളിൽ പരിപാടിയാണ്. നമുക്ക് ആനുവൽ ഡേ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയല്ലേ കൂട്ടുകാർ? അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സോനുവിന്റെയും ദേവുവിന്റെയും മനുവിന്റെയും ഒക്കെ സ്കൂളിൽ എന്താണ്? ആനുവൽ ഡേ ആയിരുന്നു. അപ്പൊ അവർക്ക് എന്ത് ചെയ്തു? ഒത്തിരി മിഠായി ഒക്കെ കിട്ടി. സ്കൂളിൽ നിന്ന് ഒരുപാട് മിഠായി കിട്ടി. അപ്പൊ അവരെന്ത് ചെയ്തു? കുറേ മിഠായികളൊക്കെ അവർ സ്കൂളിൽ നിന്ന് കഴിച്ചു. പിന്നെ ബാക്കി മിഠായി എന്ത് ചെയ്തു? വീട്ടിലുള്ള അനിയനും അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ കൊടുക്കാനായിട്ട് അവരെന്ത് ചെയ്തു? വീട്ടിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഓരോരുത്തരും വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടുള്ളതും അതുപോലെ തന്നെ അവർ കഴിച്ചിട്ടുള്ള മിഠായികളുടെ എണ്ണമൊക്കെ കണ്ടെത്തിയിട്ട് മക്കളടുത്ത് ഇതുപോലെ പട്ടിക പൂർത്തീകരിക്കാനായിട്ട് പറയും. അപ്പൊ നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. അതായത് ബാക്കി എത്രയാണെന്ന് കാണാനായിട്ട് കേട്ടോ. നോക്കിക്കേ മക്കളെ, നമ്മുടെ ദേവുവിന് എത്ര മിഠായി കിട്ടിയിട്ടുണ്ടായിരുന്നു? 20 മിഠായിയാണ് കിട്ടിയിട്ടുള്ളത്. 20 മിഠായി കിട്ടിയപ്പോൾ അവൾ എന്ത് ചെയ്തു? ആദ്യം 5 മിഠായി അവളൊന്ന് സ്വയം കഴിച്ചു. സ്കൂളിൽ നിന്ന് എന്ത് ചെയ്തു? അവൾ 5 മിഠായി കഴിച്ചു. അങ്ങനെയാണെങ്കിൽ ബാക്കി അവൾ എത്ര മിഠായി അവളുടെ വീട്ടിലോട്ട് അനിയന് കൊടുക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും മക്കളെ? അത് കണ്ടെത്താൻ എന്താണ് ചെയ്യേണ്ടത്? 20ൽ നിന്ന് കഴിച്ച മിഠായിയുടെ എണ്ണം നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നോക്കണം അല്ലേ? 20 എണ്ണത്തിൽ നിന്ന് 5 മിഠായി കുറച്ചാൽ എത്രയാണ് മക്കളെ കിട്ടുക? 15 എന്ന് കിട്ടൂലേ? എത്ര കിട്ടും? 15 എന്ന് കിട്ടും. ഇനി കുറയ്ക്കാനൊക്കെ പ്രയാസമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ വര വരച്ചിട്ടൊക്കെ കുറയ്ക്കില്ല. ഇപ്പൊ നോക്കിക്കേ, 10 മിനിറ്റ്. അപ്പൊ എന്ത് ചെയ്യുക മക്കൾ? 10 വര വരയ്ക്കുക. 1 2 3 4 5 6 7 8 9 10. അങ്ങനെ 10 മിഠായി. അപ്പൊ അതിന് നമ്മുടെ അടുത്ത് പറയാണ് 10 മിഠായി നിന്ന് 4 മിഠായി കഴിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 4 വര ഇതിൽ നിന്ന് മായ്ച്ച് കളയാട്ടോ. 1 2 3 4 4 മിഠായി കഴിച്ചു. എനിക്ക് ബാക്കി എത്ര മിഠായി ഉണ്ടാവും എന്ന് ചോദിക്കുകയാണ്. അപ്പം ബാക്കി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ വര എത്ര എണ്ണം ഉണ്ട് നോക്കിയാൽ പോരെ? നോക്കിക്കേ,
1 2 3 4 5 6. അതിനർത്ഥം എന്താണ്? 6 മിഠായികളായിരിക്കും ബാക്കി ഉണ്ടായിരിക്കുക. അപ്പം പെട്ടെന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ കുറയ്ക്കാൻ പ്രയാസമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ വരച്ചിട്ടൊക്കെ ചെയ്യാം. ഇനി കൂട്ടുകാർക്ക് മറ്റേതെങ്കിലും മെത്തേഡ് അറിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ ചെയ്യാം കേട്ടോ. ടീച്ചർ ഒരു കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത്തരത്തിൽ ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അടുത്ത് നമ്മുടെ സോനു അല്ലേ. സോനുവിന് 15 മിഠായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ അവൻ എന്ത് ചെയ്തു, 10 എണ്ണം അപ്പം തന്നെ ഇരുന്ന് കഴിച്ചു. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര മിഠായി ഉണ്ടായിരിക്കും മക്കളെ? എത്ര മിഠായി ഉണ്ടായിരിക്കും? 15ൽ നിന്ന് 10 മിഠായി പോയാൽ നമുക്കറിയാം ബാക്കി എത്ര മിഠായി ഉണ്ടാവുള്ളൂ? 5 മിഠായി അവന് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഉണ്ടായിരിക്കുള്ളൂ. ലാസ്റ്റ് നോക്കിക്കേ, മനുവിന് എത്ര മിഠായി കിട്ടിയത് എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നിട്ടില്ല. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? അവൻ കഴിച്ച മിഠായിയുടെ എണ്ണവും തന്നിട്ടുണ്ട്, ബാക്കി അവന്റെ കൈവശമുള്ള മിഠായികളുടെ എണ്ണവും തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ മക്കളെ, അവൻ കഴിച്ച മിഠായി എത്രയാണ്? അവന് കഴിച്ച മിഠായി എത്രയാണ്? 2 മിഠായിയാണ്. അവന്റെ കൈവശം ബാക്കി എത്ര വന്നു? 10 മിഠായി വന്നു അല്ലേ. എത്രയോ മിഠായി അവന്റെ കയ്യിൽ കിട്ടി. അപ്പൊ അവൻ എന്ത് ചെയ്തു? 2 മിഠായി കഴിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കി അവന്റെ കയ്യിൽ എത്ര മിഠായി ഉണ്ട്? 10 മിഠായി ഉണ്ട്. എങ്കിൽ അവന് ആകെ എത്ര മിഠായി കിട്ടിയിട്ടുണ്ടായിരിക്കും? അതിനെന്ത് ചെയ്താൽ മതി? നമ്മൾ കഴിച്ചിട്ടുള്ള ഈ 2 മിഠായും നമ്മുടെ കയ്യിൽ ബാക്കി വന്നിട്ടുള്ള ഈ 10 മിഠായും കൂടി കൂട്ടി നോക്കിയാൽ പോരെ? 10ഉം 2ഉം കൂടി ചേർന്നാൽ നമുക്കറിയാം എത്രയാണ് മക്കളെ? 12 ആണെന്ന് നമുക്കറിയാം അല്ലെ. എത്രയാണ്? 12 ആണ് നമുക്ക്. അതായത് നമ്മുടെ മനുവിന് എത്ര മിഠായി കിട്ടിയിട്ടുണ്ട് മക്കളെ? 12 മിഠായി കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ബാക്കി കാണാനും ആകെ കാണാനും ഒക്കെ ആയിട്ടുള്ള ചോദ്യങ്ങൾ മക്കൾക്ക് വരാം. മക്കൾ എന്ത് ചെയ്യുക, ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കുറയ്ക്കാൻ അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേഗം തന്നെ അതൊക്കെ ചെയ്ത് പഠിച്ചോ. ഇത്തരത്തിലുള്ള ക്രിയകളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവും. അപ്പൊ എന്ത് ചെയ്യുക, മക്കള് ആ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിനെ വിവിധ രീതിയിൽ എഴുതാനായിട്ട് പറയും കേട്ടോ. ഇപ്പൊ ഇവിടെ ടീച്ചർ ചെറിയൊരു സംഖ്യ തന്നിട്ടുള്ളൂ. ഏതാണ് മക്കളെ സംഖ്യ? 11 തന്നിട്ടുള്ളത്. ചിലപ്പോൾ മക്കൾക്ക് എന്ത് ചെയ്യും, ഇത്തരത്തിൽ ഏതെങ്കിലും രണ്ടക്ക സംഖ്യ 20ഓ 30ഓ 15ഓ അങ്ങനെ ഏതെങ്കിലും രണ്ടക്ക സംഖ്യകൾ തന്നെ തരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പം എന്ത് ചെയ്യണം മക്കൾ, ഈ 11 എങ്ങനെയെല്ലാം ഏതൊക്കെ ക്രിയകൾ ചെയ്താൽ 11 കിട്ടാം എന്നുള്ളതാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, ഇതിന് ചുറ്റിലും എഴുതി കൊടുക്കേണ്ടത്. അപ്പൊ നോക്കിക്കേ മക്കളെ, ഇവിടെ നമുക്ക് ഉണ്ട് അല്ലെ, നടുവിൽ നമുക്ക് നോക്കിയാൽ അറിയാം ക്രിയ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. കൂട്ടാനുള്ള ക്രിയ ഉണ്ട്, കുറയ്ക്കാനുള്ള ക്രിയ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതനുസരിച്ച് വേണം മക്കൾ എന്ത് ചെയ്യാൻ, അവിടെ സംഖ്യകൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ നോക്കിക്കേ മക്കളെ, ഏതൊക്കെ 2 സംഖ്യകൾ കൂട്ടിയാൽ അല്ലെ, ഇവിടെ കൂട്ടണം എന്നുള്ള സൈൻ അല്ലേ തന്നിട്ടുള്ളത്. അപ്പം ഏതൊക്കെ 2 സംഖ്യകൾ കൂട്ടിയാൽ നമുക്ക് എന്ത് 11 കിട്ടും? ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാൽ നമുക്ക് കിട്ടും? 10ലോട്ട് 1 കൂട്ടിയാൽ നമുക്കറിയാം അല്ലെ 11 ആണ്. 10ലോട്ട് 1 കൂട്ടിയാൽ നമുക്കറിയാം 11 ആണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സംഖ്യയിൽ നിന്ന് എത്ര കുറച്ചാലാണ് നമുക്ക് 11 കിട്ടുക? കുറേ ക്രിയകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നത്, തെറ്റാതെ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നത് ഏതാണോ അത് കണ്ടെത്തിയിട്ട് തന്നെ എഴുതാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ 11 കിട്ടാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് എഴുതാം? 12ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും മക്കളെ? എത്ര കിട്ടും? 11 കിട്ടൂ അല്ലേ. അല്ലെങ്കിൽ ഇനി വേണമെങ്കിൽ കൂട്ടുകാർക്ക് എന്ത് എഴുതാം? 20ൽ നിന്ന് 9 കുറച്ചാൽ എത്ര കിട്ടും മക്കളെ? 11 കിട്ടും. അപ്പൊ അങ്ങനെ അറിയുന്ന വലിയ രീതിയിൽ കണക്കൊക്കെ ചെയ്യാൻ അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ക്രിയകൾ ചെയ്യുക കേട്ടോ. അല്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എപ്പോഴും തെറ്റാൻ ചാൻസ് കുറവായിട്ടുള്ള ക്രിയകൾ തന്നെ എഴുതാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി ഏതൊക്കെ 2 സംഖ്യകൾ കൂട്ടിയാൽ നമുക്ക് 11 കിട്ടും? ഏതൊക്കെ സംഖ്യകൾ കിട്ടും മക്കളെ? 6ഉം 5ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും മക്കളെ? 11 കിട്ടൂ അല്ലേ. ഓക്കെ, ഇനി ഏതെങ്കിലും ഒന്ന് മക്കൾ എന്ത് ചെയ്യുക, ഒറ്റയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഏതൊക്കെ 2 സംഖ്യകൾ കൂട്ടിയാലാണ് 11 കിട്ടുന്നത് എന്നുള്ളത് മക്കൾ കണ്ടെത്തുക. എന്നിട്ട് നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും 2 സംഖ്യകൾ കുറച്ചാൽ 11 കിട്ടുന്ന ഒരു ക്രിയ കൂടി മക്കൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക കേട്ടോ. ഇത് രണ്ടെണ്ണം നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരികയാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഉത്തരം എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഏതൊക്കെ 2 സംഖ്യകൾ കൂട്ടിയാലും അതുപോലെ തന്നെ ഏതൊക്കെ 2 സംഖ്യകൾ തമ്മിൽ കുറച്ചാലുമാണ് 11 കിട്ടുക എന്നുള്ളത്. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യയെ വ്യത്യസ്ത രീതിയിൽ എഴുതാനായിട്ടുണ്ടായിരിക്കും. അപ്പം മക്കൾ എന്ത് ചെയ്യുക, ആ കാര്യം കൂടി ഒന്ന് നോക്കി വെച്ച് പോവുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്കുള്ള മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ആകെ കണ്ടെത്താനായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കേട്ടോ. അതായത് 10കളുടെയും 1കളുടെയും ഒക്കെ എണ്ണം തന്നിട്ട് അത് എത്രയാണ് എന്നുള്ളത് എന്ത് ചെയ്യാം, കൂട്ടി എഴുതാനായിട്ട് പറയും. ഇപ്പോൾ ഇവിടെ നോക്കിക്കുക മക്കളെ, ടീച്ചർ ഒരു ബോക്സ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ആദ്യത്തെ വരി, രണ്ടാമത്തെ വരി ടീച്ചർ ഒരു നമ്പർ ഇടാം കേട്ടോ. 1 2 3 4. ഓക്കെ മക്കളെ, ആദ്യത്തെ കോളത്തിലുള്ള സംഖ്യകളെല്ലാം കൂട്ടിയാൽ എത്രയാ മക്കളെ? നോക്കിക്കേ, ഇവിടെ 10കൾ മാത്രമാണുള്ളത് അല്ലേ.
എത്ര പത്തുകളുണ്ട്? 1 2 3 4 4 പത്തുകളാണ് ഉള്ളത് അല്ലേ? അപ്പൊ 4 പത്തുകൾ ചേർന്നാൽ എത്രയാണ് മക്കളെ? 4 പത്തുകൾ ചേർന്നാൽ എത്രയാണ്? 40 ആണ് വരിക അല്ലെ? അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? 40 എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ കോളം നോക്കിക്കേടാ. എത്ര പത്തുകളുണ്ട്? 1 2 3 3 പത്തുകളാണ് ഉള്ളത് അല്ലേ? അപ്പൊ വേഗം ഓടിപ്പോയിട്ട് 30 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലെ? അത് കഴിഞ്ഞിട്ട് ഈ കോളത്തിൽ ആര് കൂടിയുണ്ട്? 3 ഉണ്ട് അല്ലേ? അതായത് 3 പത്തുകളും 3 കൂടി ചേർന്നാൽ എത്രയാണ്? 3 പത്തുകൾ ചേർന്നാൽ നമുക്കറിയാം 30 ആണ്. 30ലോട്ട് എത്ര കൂടി നമ്മൾ ആഡ് ചെയ്യണം? 3 കൂടി ആഡ് ചെയ്യണം. അപ്പൊ എത്രയാണ് വരിക? 33 എന്ന് കിട്ടും അല്ലേ? അടുത്ത് നോക്കിക്കേ മക്കളെ, പത്തുകൾ എത്രയുണ്ട്? 1 2 2 അല്ലെ? 2 പത്തുകൾ ചേർന്നാൽ എത്രയാടാ? 20 ആണ് അല്ലെ? ആ 20ലോട്ട് വീണ്ടും 5 ചേർന്നാൽ എത്രയാ മക്കളെ വരിക? 25 എന്ന് കിട്ടും അല്ലെ? അടുത്ത് നോക്കിക്കേ മക്കളെ, എത്ര പത്തുകളുണ്ട്? 2 പത്തുകളേ ഉള്ളൂ അല്ലെ? വേറെ ഏതെങ്കിലും സംഖ്യകളുണ്ടോ? ഇല്ല അല്ലെ? 2 പത്തുകൾ ചേർന്ന് നമുക്കറിയാം എത്രയാണ്? 20 ആണെന്ന് അറിയാം. അപ്പൊ ഇതുപോലെ മക്കൾക്ക് എന്ത് ചെയ്യാം? പത്തുകളുടെ ഒക്കെ കൂട്ടങ്ങൾ തന്നിട്ട് എത്രയുണ്ട് ആകെ എന്നുള്ളത് എണ്ണി കണ്ടെത്താനായിട്ട് കേട്ടോ. ആകെ കണ്ടെത്താനായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക മക്കൾ? അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് മക്കളടുത്ത് ചോദിക്കുകയല്ലേ ചെയ്യുക. ചിലപ്പം എന്ത് ചെയ്യാം, നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു. അതായത് കുറെ കൂട്ടുകാരുണ്ട്, അവരെന്ത് ചെയ്യാണ്? മാല കോർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും കോർത്തിട്ടുള്ള മാലകളുടെ എണ്ണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം ആകെ എത്ര മുത്തുകളാണ് കോർത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇങ്ങനെ തരും. ആദ്യത്തെ കുട്ടിയുടെ പേര് ജാനി അല്ലെങ്കിൽ അമ്മു എന്നൊക്കെ പറഞ്ഞിട്ട് ജാനി കോർത്തിട്ടുള്ള മുത്തുകളാണ് ഈ ഒരു കോളത്തിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് പച്ച മുത്തുകളാണ്, ഇത് ഗ്രീന്, ഇത് റെഡ്, ഇത് യെല്ലോ, ഇത് ബ്ലൂ കേട്ടോ. പച്ച മുത്തുകൾ 10 എണ്ണം, റെഡ് മുത്തുകൾ 10 എണ്ണം, യെല്ലോ മുത്തുകൾ 10 എണ്ണം, അതുപോലെ തന്നെ ബ്ലൂ നീല മുത്തുകൾ 10 എണ്ണം കോർത്തു. എങ്കിൽ അവിടെ ആകെ എത്ര മുത്തുകളാണ് മാലയിൽ കോർത്തിട്ടുള്ളത് എന്ന് ചോദിക്കാം. അപ്പൊ എത്രയാ മക്കളെ? നമ്മൾ കണ്ടെത്തി 40. ഇനി അതുപോലെ തന്നെ മറ്റൊരു കുട്ടിയുടെ പേര് തന്നിട്ട് അവൾ എത്ര മുത്തുകൾ കോർത്തിട്ടുണ്ട്. അപ്പൊ മുത്തുകളോ മാലകളായിട്ടോ അല്ലെങ്കിൽ അവർ പെറുക്കിയെടുത്ത മിഠായികളായിട്ടോ പെറുക്കിയെടുത്ത നെല്ലിക്കകളായിട്ടോ അങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ ഈ ചോദ്യങ്ങൾ വരാം. അപ്പൊ ഇവിടെ ഇത്രയും മക്കൾ പഠിക്കേണ്ടതുള്ളൂ. ഈ ഒരു 2 പത്തുകൾ ചേർന്നാൽ എത്രയാണ്, 3 പത്തുകൾ ചേർന്നാൽ എത്രയാണ്, 4 പത്തുകൾ ചേർന്നാൽ എത്രയാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇത്തരത്തിലൊരു പ്രവർത്തനം തരികയാണെങ്കിൽ നമുക്ക് മുഴുവൻ മാർക്കും മേടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം. അപ്പോൾ ഇനി ടീച്ചർ എന്ത് ചെയ്യാം, നിങ്ങളുടെ എക്സാം വരുന്നതിൻ്റെ തലേ ദിവസം നമുക്കിപ്പോൾ ഇൻ്റഗ്രേഷൻ ഡേ 1 ഡേ 2 ഡേ 3 എന്ന് പറഞ്ഞിട്ടാണ് എക്സാം ഉണ്ടാവുക അല്ലേ? അപ്പോൾ 1-ാം ദിവസം പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ടീച്ചർ എന്ത് ചെയ്യാം, നിങ്ങളുടെ എക്സാമിൻ്റെ തൊട്ട് മുന്നേയുള്ള ദിവസം നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ആ കാര്യം കൂടി കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നന്നായിട്ട് നിങ്ങളുടെ പരീക്ഷ പോയി എഴുതുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ മക്കളെ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കൂട്ടുകാർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.